നമ്മൾ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായിട്ട് ഒരു പ്രധാനപ്പെട്ട വിഷയം, അതീവ പ്രാധാന്യമുള്ളതാകുന്ന ഒരു വിഷയം ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 22-23 വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രധാനമായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്, കർത്താവ് നമ്മെ ദൈവത്തോട് നിരപ്പിച്ചതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നമ്മൾ കാണുന്നു. നമ്മെ കുറ്റമില്ലാത്തവരും നിഷ്കളങ്കരും വിശുദ്ധരുമായി നിർത്തേണ്ടതിന് തൻ്റെ മരണത്താൽ നമ്മെ നിരപ്പിച്ചു. 23-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, അങ്ങനെ കുറ്റമില്ലാത്തവരായി നിൽക്കുവാൻ കാരണമായി തീരുന്നത് ആർക്കാണല്ലെങ്കിൽ എന്തുകൊണ്ടാണെന്നുള്ള കാര്യം അവിടെ വിശദീകരിക്കുന്നു. ആ കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കണ്ടു, അതിനോടുള്ള ബന്ധത്തിൽ ഇടുക്കുവാതിലൂടെ പ്രവേശിച്ച് ഞെരുക്കമുള്ളതാകുന്ന വഴിയിൽ യാത്ര ചെയ്യുന്നവർ മാത്രമേ ജീവങ്കലെത്തുകയുള്ളെന്ന് യേശു പറഞ്ഞു. അത് വളരെ വ്യക്തമാണ്. 1, ഇടുക്കുവാതിലൂടെ പ്രവേശിക്കുന്നു. 2, ഞെരുക്കമുള്ള ആ വഴിയിൽ തന്നെ യാത്ര ചെയ്യുന്നു. ഞെരുക്കമുള്ള വഴിയിൽ തന്നെ യാത്ര ചെയ്താൽ ആ വഴി ചെന്നെത്തുന്ന ഇടം ജീവനാണ്. ആ ജീവങ്കിലേക്ക് നമ്മളും പ്രവേശിക്കും. അത് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞു. എന്തുകൊണ്ടാണ് ആ വഴി ഞെരുക്കമുള്ളതെന്നുള്ള വിഷയം നമ്മൾ ചിന്തിച്ചു. അത് ദൈവവചനത്തിൻ്റെ വ്യക്തമാകുന്ന അതിർവരമ്പുകൾ ആ വഴിക്കുള്ളത് കൊണ്ടാണ് ആ വഴി ഞെരുക്കമായിരിക്കുന്നത്. ദൈവവചനത്തിൻ്റെ പ്രമാണങ്ങളാൽ കൃത്യമാകുന്ന ബൗണ്ടറികളുള്ള വഴിയാണ് ഇടുങ്ങിയ വഴി. എന്നാൽ ബൗണ്ടറികളില്ലാത്ത വിശാലമാകുന്ന വഴിയാണ് വിശാലമാകുന്ന നാശത്തിലേക്ക് പോകുന്ന വഴി. അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. പൗലോസ് അപ്പോസ്തലൻ ഉദ്ദേശിക്കുന്ന ഈ സുവിശേഷം എന്നുള്ളത് എന്താണെന്ന് നമുക്ക് ചിന്തിപ്പാനിടയായി തീർന്നു. ഇതൊക്കെ കഴിഞ്ഞ ആഴ്ചകളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. എനിക്കറിയാം നമുക്ക് സമയമില്ല, അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് 1-2 കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഇന്ന് ഭാഗ്യവശാൽ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത് നമുക്ക് ഉറപ്പാക്കാൻ കഴിയും എന്ന് ഞാൻ പറഞ്ഞു. ചില പ്രിയപ്പെട്ടവരൊക്കെ എന്നോട് ചോദിച്ചു, അങ്ങനെ ഉറപ്പാക്കാൻ കഴിയുമോ? പൗലോസ് പറഞ്ഞില്ലേ, ഞാൻ പിടിക്കാമോ എന്ന് വെച്ച് ഓടുന്നതേ ഉള്ളൂ. ശരിയാ, അതെന്തിനെക്കുറിച്ചാണെന്ന് അവിടെ വളരെ വ്യക്തമാണ്. എന്നിട്ട് താഴോട്ട് പറയുന്നത്, നമ്മിൽ തികഞ്ഞവരൊക്കെയും ഈ വിധം ചിന്തിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്രിസ്തുയേശുവിനാൽ ഞാൻ പിടിക്കപ്പെട്ടിരിക്കുന്നു, പക്ഷെങ്കിൽ എൻ്റെ ആ സ്പിരിച്വൽ പ്രോഗ്രസ് അതിനെക്കുറിച്ച് എനിക്ക് പുകഴാനൊന്നുമില്ല. തികഞ്ഞവരൊക്കെ ഇങ്ങനെ ചിന്തിച്ചു കൊള്ളട്ടെ, അത് പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ ഓടുന്നു എന്നേ ഉള്ളൂ എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അതായത് എൻ്റെ ആത്മീക ജീവിതത്തിൻ്റെ പുരോഗതിയെക്കുറിച്ച് എനിക്ക് വലുതായിട്ടൊന്നും പറയാനില്ല. ഐ എം സ്റ്റിൽ ട്രൈയിങ്, ബട്ട് ഐ ആം ട്രൈയിങ്. ഞാൻ ആ വഴിയിൽ തന്നെ, അതെനിക്ക് ഉറപ്പുണ്ട്. മനസ്സിലാക്കണം, പൗലോസിന് ഉറപ്പ് ആ വഴിയിൽ തന്നെയാണെന്ന് തനിക്ക് ഉറപ്പുണ്ട്. പക്ഷെങ്കിൽ ഞാൻ തികഞ്ഞു എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. അതാണ് പൗലോസ് പറഞ്ഞത്. പിന്നെയും ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ യോഹന്നാൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഇത് ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. അപ്പം നിത്യജീവൻ ഉണ്ടെന്ന് നമുക്കറിയാൻ വേണ്ടി, നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുവാൻ വേണ്ടി, നമുക്ക് നമ്മെ തന്നെ അളന്നു നോക്കുവാൻ വേണ്ടിയുള്ള ഒരളവുകോലാണ് യോഹന്നാൻ്റെ 1-ാം ലേഖനമെന്ന് യോഹന്നാൻ അപ്പോസ്തലൻ അവകാശപ്പെടുകയാണ്. 5-ാമത്തെ അധ്യായത്തിലാണ് ഈ വാക്യം, നിത്യജീവൻ നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഞാനിത് എഴുതിയിരിക്കുന്നു. അപ്പം നിത്യജീവൻ ഉണ്ടെന്ന് അറിയുവാൻ, ഉറപ്പാക്കുവാൻ വേണ്ട മാനദണ്ഡം, അതിൻ്റെ അളവുകോൽ ദൈവം നമുക്കിവിടെ തന്നിട്ടുണ്ട്. നമുക്ക് ഉറപ്പാക്കുവാൻ കഴിയും. കഴിഞ്ഞ ആഴ്ചയിൽ ഈ വഴി എന്തുകൊണ്ട് ഇടുക്കമായിരിക്കുന്നു എന്നുള്ള വിഷയമാണ് നമ്മൾ ചിന്തിച്ചു വന്ന വിഷയം. ഇന്ന് അതിനെക്കുറിച്ച് ഒരു കാര്യം കൂടെ പറയാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. നമ്മൾ കണ്ടു, നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവ് താഴോട്ട് പറയുന്ന വാക്കുകൾ അതേ വേദഭാഗത്ത് ആ വഴിയെക്കുറിച്ച്, ജീവങ്കിലേക്കുള്ള വഴിയെക്കുറിച്ചും നാശത്തിങ്കിലേക്കുള്ള വഴിയെക്കുറിച്ചും പറയുന്ന ഇടത്താണ് താഴോട്ട് പറയുന്ന ഒരു കാര്യം,
എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനാകുന്ന എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ സ്വർഗസ്ഥനാകുന്ന പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നു എന്ന് നാം ഉറപ്പാക്കുന്നുവെങ്കിൽ നാം ജീവങ്കിലേക്ക് പോകുന്നവരാണെന്ന് നമുക്കിവിടെ ഉറപ്പുണ്ടെന്നാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. സ്വർഗസ്ഥനാകുന്ന പിതാവിൻ്റെ ഇഷ്ടം എന്താണ്? സ്വർഗസ്ഥനാകുന്ന പിതാവിൻ്റെ ഇഷ്ടം ഒത്തിരി ബൃഹത്തായ സബ്ജക്റ്റാണ്. എന്നാൽ ആ വിഷയത്തിൽ ചിലതൊക്കെ നമുക്ക് കർത്താവ് അനുവദിച്ചാൽ പിന്നീട് ചിന്തിക്കാം. നാം പറയുകയുണ്ടായി, മനുഷ്യൻ്റെ ബേസിക്കായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള അവൻ്റെ താല്പര്യമെന്ന് പറയുന്നത് അവൻ്റെ ഇച്ഛ നടക്കണമെന്നാണ്, അവൻ്റെ താല്പര്യം നടക്കണമെന്നാണ്. അതുകൊണ്ടാണ് നാം എല്ലാവരും താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ നാം നമ്മുടെ വഴിക്ക് തിരിഞ്ഞപ്പോൾ ആ അകൃത്യത്തെ ദൈവം എന്ത് ചെയ്തു? കർത്താവിൻ്റെ മേൽ ചുമത്തി. നോക്കണം, ഏത് അകൃത്യം? എനിക്ക് എൻ്റെ വഴി വേണമെന്നുള്ള, എൻ്റെ താല്പര്യം നടക്കണമെന്നുള്ള, എൻ്റെ ഇഷ്ടം നടക്കണമെന്നുള്ള എൻ്റെ അകൃത്യത്തെ, ആ അകൃത്യത്തെ കർത്താവ് എന്ത് ചെയ്തു? യേശു കർത്താവിൻ്റെ മേൽ ചുമത്തി. യേശു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ യേശു കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ ആ സമ്പൂർണമാകുന്ന താല്പര്യം, ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്യാൻ അത്രേ വന്നിരിക്കുന്നത്. പാപമില്ലാത്ത ദൈവത്തിൻ്റെ പരിശുദ്ധന് പാപം ലവലേശം തീണ്ടാത്ത, യാതൊരു സ്വാർത്ഥ ഇച്ഛയുമില്ലാത്ത മനുഷ്യനെന്ന നിലയിലുള്ള താല്പര്യമുണ്ടായിരുന്നു. പക്ഷെങ്കിൽ ആ താല്പര്യത്തിനുമല്ല കർത്താവ് മുൻതൂക്കം കൊടുത്തത്, പിതാവിൻ്റെ താല്പര്യത്തിനാണ്. ഇത് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. ഞാൻ എൻ്റെ ഇഷ്ടം ചെയ്യാനല്ല വന്നത്, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാനാണ്. പിതാവിൻ്റെ ഇഷ്ടം കർത്താവ് ചെയ്തതുകൊണ്ടാണ് നമുക്ക് ജീവങ്കലേക്ക് പോകാൻ ഒരു വഴി തുറക്കപ്പെട്ടത്. അത് നമ്മൾ മനസ്സിലാക്കണം. പിതാവിൻ്റെ ഇഷ്ടം പുത്രൻ ചെയ്ത വഴിയാണ് നിത്യജീവന്റെ വഴി. പിതാവിൻ്റെ ഇഷ്ടം പുത്രൻ ചെയ്തില്ലായിരുന്നുവെങ്കിൽ നാം ഇന്നും നമ്മുടെ പാപങ്ങളിൽ ഇരിക്കുമായിരുന്നു, നമുക്ക് യാതൊരു പ്രത്യാശയും ഉണ്ടാകുകയില്ലായിരുന്നു. എന്നാൽ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാനായി ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് പിതാവിൻ്റെ ഇഷ്ടം സമ്പൂർണമായി കർത്താവ് നിറവേറ്റിയത് കൊണ്ടാണ് നമുക്ക് ജീവങ്കലേക്കൊരു വഴി തുറക്കപ്പെട്ടത്. ആ ജീവങ്കലേക്കുള്ള വഴിയുടെ സവിശേഷത സ്വർഗസ്ഥനാകുന്ന പിതാവിൻ്റെ ഇഷ്ടം ചെയ്യപ്പെടുന്ന വഴി. ആ വഴിയുടെ പേരാണ് ഇടുക്കുവഴി. അപ്പോൾ ആ വഴിയെ നമ്മൾ സഞ്ചരിച്ചാൽ നിശ്ചയമായിട്ടും നാം ജീവനിലെത്തും. അതിനോടുള്ള ബന്ധത്തിൽ നമ്മൾ കണ്ടു. എനിക്ക് വലിയ ടെംപ്റ്റേഷൻ ഉണ്ട് അത് പറയാനെങ്കിലും അത് പറയാൻ സമയമില്ല. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ആ കാര്യം ചിന്തിച്ചു. പ്രാർത്ഥനയ്ക്ക് കിട്ടിയ മറുപടി ഒന്നും സ്വർഗത്തിൽ പോകുന്നതിന് ഉറപ്പല്ലെന്ന് നമ്മൾ കണ്ടു വ്യക്തമായിട്ട്. പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നത് ദൈവത്തിൻ്റെ കോമൺ ഗ്രേസിലെ കാര്യമാണ്. അതെല്ലാവർക്കും കൊടുക്കും, ദുഷ്ടന്മാർക്കും കൊടുക്കും. നന്ദി കെട്ടവരാകുന്ന 9 കുഷ്ഠരോഗികൾക്കും സൗഖ്യം കർത്താവ് കൊടുത്തു. അവർ നന്ദി കെട്ടവരാകുമെന്ന് അറിഞ്ഞുകൊണ്ട് കൊടുത്തു. ഒരുത്തനെ തിരിച്ചു വന്നുള്ളൂ. മനസ്സിലാക്കണം. കർത്താവിൻ്റെ അത്ഭുതങ്ങൾ കണ്ട, അപ്പം തിന്ന എല്ലാവരും, മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും കൂടെ ചേർന്ന് ഉത്സാഹിച്ചപ്പോൾ അവരൊറ്റ സ്വരത്തിൽ പറഞ്ഞു, അവനെ ക്രൂശിക്ക, ബറബാസിനെ ഞങ്ങൾക്ക് വിട്ടുതരിക. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവിന് ഇത് നന്നായിട്ടറിയായിരുന്നു ഇവരിത് തന്നെ പറയുമെന്ന്. ദൈവത്തിൻ്റെ കോമൺ ഗ്രേസിൽ
അനുഭവിച്ച നന്മയുടെ അടിസ്ഥാനത്തിൽ ആരും നിത്യതയിൽ പോകുമെന്ന് മൂഢസ്വർഗത്തിൽ ഇരിക്കരുത്. സ്വർഗസ്ഥനാകുന്ന പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ മാത്രമേ നിത്യതയിൽ പോവുകയുള്ളൂ. അല്ലാതെ ഒരു വ്യക്തിയും നിത്യതയിൽ കാണുകയില്ല. കാരണം യേശു പറഞ്ഞു, വേറെ ആരുമല്ല പറഞ്ഞു, യേശു പറഞ്ഞു. അന്നാളിൽ അനേകർ വന്നിട്ട് പറയും, ഞാൻ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, വിവിധ വീര്യപ്രവൃത്തികളൊക്കെ ചെയ്തു. കർത്താവ് പറയുന്ന ഒരു വാക്യത, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞില്ല. ഐ നെവർ ന്യൂ യു. പണ്ട് നിങ്ങളെ അറിയായിരുന്നു, പിന്നെ നിങ്ങൾ കൃപയെന്ന് വീണുപോയെന്നല്ല പറഞ്ഞത്. ഐ നെവർ ന്യൂ യു. ഒരു നാളും അറിഞ്ഞിട്ടില്ല. അപ്പം മനസ്സിലാക്കണം, നിത്യജീവനിൽ പോകുന്നത്, പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയത് നിത്യജീവനിൽ പോകുന്നതിൻ്റെ തെളിവല്ല. അത്ഭുതം കണ്ടത് നിത്യജീവനിൽ പോകുമെന്നതിൻ്റെ തെളിവല്ല. അത്ഭുതം ചെയ്യാനിടയായതും നിത്യതയിൽ പോകുമെന്നതിന് ഉറപ്പല്ല. നിത്യതയിൽ പോകുമെന്നതിൻ്റെ ഉറപ്പൊന്നേ ഉള്ളൂ, സ്വർഗസ്ഥനാകുന്ന പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുക എന്നുള്ളതാണ്. കാരണം സ്വർഗത്തിൻ്റെ സവിശേഷത അവിടെ ദൈവ ഇഷ്ടമാണ് നടക്കുന്നത് എന്നുള്ളതാണ്. യേശു കർത്താവ് പിതാവിനോട് ഗെത്സമനയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു, എൻ്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം നടക്കണം. ദൈ വിൽ ബി ഡൺ. എന്നാൽ ഗെത്സമനയിൽ മാത്രമല്ല, നമ്മുടെ കർത്താവിൻ്റെ ജീവിതം മുഴുവൻ പരിശോധിച്ചാൽ ആ ജീവിതത്തെ ഒറ്റ സെൻറ്റൻസിൽ പറയാമെങ്കിൽ ഇങ്ങനെ പറയാൻ കഴിയും, ദൈവ ഇഷ്ടപ്രകാരമുള്ള ഒരു ജീവിതം. ദ ഹോൾ ലൈഫ് ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ആ ലൈഫ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്ന ഒരു ജീവിതം. ഒറ്റ വാക്കിൽ ഇത് പറയാൻ കഴിയും. നമുക്ക് ആ ഒരു കാര്യം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം, സമയമില്ല. എബ്രായ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യമെന്നുള്ളത് സങ്കീർത്തന പുസ്തകത്തിലെ ഒരു കൊട്ടേഷനാണ്. സങ്കീർത്തനം 40-ൻ്റെ ഒരു ഉദ്ധരണിയാണ്. അതിങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തകച്ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ വരുന്നു. ഇത് നിത്യത മുതലുള്ള അദൈവീക കാര്യപരിപാടിയെക്കുറിച്ചാണ് നമ്മളവിടെ വായിക്കുന്നത്. 40-ാമത്തെ സങ്കീർത്തനത്തിലെ ആ വേദഭാഗം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എബ്രായ ലേഖനത്തിൽ ഉദ്ധരിച്ചെഴുതുകയാണ്. എന്നിട്ട് പറയുക, കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നതിൻ്റെ ഉദ്ദേശം ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാൻ. ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. എന്നിട്ട് പറയുക, ദൈവമേ അങ്ങയുടെ ഇഷ്ടം ചെയ്യാൻ ഞാൻ പ്രിയപ്പെടുന്നു. അപ്പം നമ്മുടെ കർത്താവിൻ്റെ ജീവിതത്തിൽ ഒറ്റ ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ. കേൾക്കണേ, യേശു കർത്താവിൻ്റെ ജീവിതത്തിൽ ഒരു ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ, അത് പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുക എന്നുള്ളതാണ്. പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാനാണ് ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചത്. സകലതിലും പിതാവിൻ്റെ ഇഷ്ടമായിരുന്നു കർത്താവിന് താല്പര്യം. കർത്താവ് അത് ചെയ്യാനായിട്ട് പ്രിയപ്പെട്ടെന്നാണ് നമ്മൾ വായിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇത് നമ്മുടെ കർത്താവിൻ്റെ ജീവിതത്തിൽ ഉടനീളം കാണാൻ കഴിയും. ഒരു ഉദാഹരണം പറഞ്ഞാൽ,
ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ഒരു ദിവസം രാത്രി മുഴുവൻ കർത്താവ് പ്രാർത്ഥനയിൽ ചിലവഴിക്കുന്നത് നമ്മൾ കാണുകയാണ്. രാത്രി മുഴുവൻ പ്രാർത്ഥനയിൽ ചിലവഴിക്കുക. രാത്രി മുഴുവൻ പ്രാർത്ഥനയിൽ ചിലവഴിച്ചിട്ട് രാവിലെ തൻ്റെ ശിഷ്യന്മാരെ എല്ലാം വിളിച്ചു. ഒത്തിരി പേരുണ്ട്. അവരിൽ നിന്ന് 12 പേരെ എന്ത് ചെയ്തു? അപ്പോസ്തലന്മാരായിട്ട് കർത്താവ് നിയോഗിക്കുന്നു. ശ്രദ്ധിക്കണേ. അങ്ങനെ നിയോഗിക്കുമ്പോൾ നമ്മുടെ കർത്താവ് മനുഷ്യനാ, സംശയമൊന്നുമില്ല. പക്ഷെ നമ്മുടെ കർത്താവ് പൂർണ്ണമായും ദൈവമാണ്. ദൈവമാകുന്ന കർത്താവിന് മനുഷ്യനെ കുറിച്ച് ഒരു സാക്ഷ്യത്തിൻ്റെ ആവശ്യമില്ല. മനുഷ്യരിലുള്ളത് എന്തെന്ന് സ്വതവേ കർത്താവ് അറിഞ്ഞിരുന്നു. പക്ഷെങ്കിൽ കർത്താവ് ഈ 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തപ്പം ആരെയൊക്കെ തിരഞ്ഞെടുത്തെന്നറിയോ? അവിശ്വസിക്കുന്ന തോമസിനെയും തിരഞ്ഞെടുത്തു, തള്ളിപ്പറയുന്ന പത്രോസിനെയും തിരഞ്ഞെടുത്തു, ഒറ്റിക്കൊടുക്കുന്ന യൂദായെയും തിരഞ്ഞെടുത്തു. ആരംഭത്തിങ്കിൽ അവസാനം അറിയുന്ന കർത്താവ് ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചപ്പോൾ അവിടുത്തേക്ക് മനസ്സിലായി പിതാവിൻ്റെ ഇഷ്ടം തോമസിനെയും പത്രോസിനെയും യൂദായെയും തിരഞ്ഞെടുക്കുന്നതാ. നമ്മളായിരുന്നു എന്തു ചെയ്തേനെ? ഒത്തിരി ഉദാഹരണങ്ങൾ എനിക്ക് തരാൻ കഴിയും. അപ്പൊ കർത്താവിൻ്റെ ജീവിതത്തിൽ കർത്താവ് തൻ്റെ കൺവീനിയൻസ് അല്ല നോക്കിയത്, പിതാവിൻ്റെ ഇഷ്ടം എന്താണെന്നാണ് നോക്കിയത്. മനസ്സിലാകുന്നുണ്ടോ? അവിടുത്തെ സൗകര്യമല്ല നോക്കിയത്, പിതാവിന് എന്താ ഇഷ്ടം അതാ എനിക്കിഷ്ടം. അങ്ങനെയെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ക്രൂശിൽ കിടക്കുമ്പോഴും കടന്നു പോകുന്നവർ തല ഒഴുക്കിയിട്ട് മന്ദിരം പൊളിച്ച് 3 നാൾ കൊണ്ട് പണിയുന്നവനെ, നിന്നെ തന്നെ രക്ഷിക്കുക, ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ, എന്നാൽ ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കുമെന്ന് പറഞ്ഞു. കർത്താവിന് ഇറങ്ങി വരത്തില്ലായിരുന്നു? വരാൻ പറ്റുമായിരുന്നോ? ഇല്ലായിരുന്നു? പറ്റുമായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് വന്നില്ല? സ്വർഗസ്ഥനാകുന്ന പിതാവിൻ്റെ ഇഷ്ടം ആ ക്രൂശിൽ കർത്താവ് കിടന്ന് അവസാന തുള്ളി രക്തം വരെ ഊറ്റി എനിക്കും നിങ്ങൾക്കും വേണ്ടി മരിക്കണമെന്നായിരുന്നു സ്വർഗസ്ഥനാകുന്ന പിതാവിൻ്റെ ഇഷ്ടം. അതുകൊണ്ട് മനുഷ്യൻ്റെ താല്പര്യവും പരിഹാസവും വീണപ്പോഴും സ്വർഗസ്ഥനാകുന്ന പിതാവിൻ്റെ ഇഷ്ടം ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായിട്ട് നിവർത്തിച്ച കർത്താവ്, ഈ മാർഗമാണ് ജീവങ്കലേക്കുള്ള വഴി. ഇത് കുറഞ്ഞ ഒന്നല്ല. മിനിമം പരിപാടി ചെയ്ത് സ്വർഗത്തിൽ പോകാമെന്ന് ആരെങ്കിലും കരുതുന്നെങ്കിൽ തെറ്റി. നിങ്ങൾ നരകത്തിൽ പോകും. കം ബാക്ക് ടു ദ ലോർഡ്. കർത്താവിങ്കലേക്ക് മടങ്ങി വാ. സ്വർഗസ്ഥനാകുന്ന പിതാവിൻ്റെ ഇഷ്ടം തിരിച്ചറിയാൻ തക്കവണ്ണം ഈ പുസ്തകത്തിൻ്റെ മുൻപാകെ ഇരിക്കുക. ദൈവാത്മാവിന് വിധേയപ്പെട്. എന്നാ ജീവനിൽ പോവും, അല്ലെ നരകത്തിൽ പോവും. എനിക്കറിയാം ഇത് കഠിനവാക്കാ. യേശുവും കഠിനവാക്കാ പറഞ്ഞത്, അപ്പോസ്തലന്മാർ കഠിനവാക്കാ പറഞ്ഞത്, ഈ പുസ്തകത്തിലുള്ളത് കഠിനവാക്കാ. പക്ഷെങ്കിൽ നിത്യജീവൻ്റെ മൊഴിയായത്. എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുക. ദൈവം അനുവദിച്ചാൽ നമുക്ക് അതിനെക്കുറിച്ച് വളരെ ചിന്തിക്കാനുണ്ട്. കർത്താവ് എങ്ങനെ, ആ ഒരു വിഷയം തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കർത്താവ് എങ്ങനെയാണ് പിതാവിൻ്റെ ഇഷ്ടം നിവർത്തിച്ചത്? ആ കർത്താവിങ്കലേക്ക് നോക്കിയാൽ സ്വർഗസ്ഥനാകുന്ന പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നത് ഒരു പ്രയാസവുമാകുകയില്ല നമുക്ക്. കാരണം കർത്താവ് അതെങ്ങനെ ചെയ്തു എന്ന് മനസ്സിലാക്കുമ്പോൾ, ആ കർത്താവിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ നമ്മളും ആ പാതയിൽ നടക്കും. നമുക്ക് മുൻപായിട്ട് ദ ക്യാപ്റ്റൻ ഓഫ് അവർ സാൽവേഷൻ
ഈ വഴിയിൽ കൂടെ പോയി മനുഷ്യൻ എന്ന നിലയിൽ. അങ്ങനെയെങ്കിൽ ആ വഴിയിലേക്ക് നമ്മെയും വിളിക്കുന്നു. തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് സ്വർഗസ്ഥനാകുന്ന പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ, സ്വയത്തിന് മരിച്ച് ദൈവ ഇഷ്ടം ചെയ്യുവാൻ പ്രിയപ്പെടുന്നവൻ നിത്യതയിൽ പോകും, അല്ലാത്തവൻ നിത്യതയിൽ പോകുകയില്ല. അല്ലാത്തവരാരും പോകുകയില്ല. എന്നാൽ നമുക്ക് നിത്യതയിൽ പോകുവാൻ, ജീവങ്കലേക്ക് പോകുവാൻ ദൈവ ഇഷ്ടത്തിന് നമ്മെ ഏൽപ്പിക്കാം. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. സഹോദരന്മാരൊരാൾക്ക് ചുരുക്കമായി പ്രാർത്ഥിക്കാം.